ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്ന സുജിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ചമ്പക്കര മാർക്കറ്റാണ്, എറണാകുളത്തുള്ള. അവിടെ ഞാൻ പോർക്ക് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്, റിബ്സ് വാങ്ങിക്കാൻ. ഇതുകൊണ്ടൊരു നല്ല റെസിപ്പി ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പോർക്ക് പീസ് കിട്ടും. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു അതുപോലത്തെ പീസ് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീട്ടിൽ പോയി ഇതുമായിട്ടുള്ളൊരു വിഭവം ചെയ്യാം. ഹലോ ഗൈസ്, എല്ലാവർക്കും അന്ന സുജിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡിഫറെന്റ് ഫ്ലേവർ ആയിട്ടുള്ള ഗ്രിൽഡ് പോർക്കാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോർക്ക് ഗ്രില്ലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ റിബ്സിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഈ പീസ് എടുക്കാനാണ് എപ്പോഴും ടേസ്റ്റ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റിബ്സ് മേടിക്കുമ്പോൾ ഇതിൻ്റെ ഈ റിബ്സിൻ്റെ ഇവിടെ ഒരു തോലുണ്ടാവും, ഇതുപോലത്തെ ഒരു സ്കിൻ ഉണ്ടാവും. ഇതെപ്പോഴും നിങ്ങൾ ഇതുപോലെ വലിച്ച് കളയണം. കണ്ട, ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ജസ്റ്റ് കാണിച്ചു തന്നത്. അപ്പോൾ ഇതുപോലെ കളഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ചെറുതായിട്ട് മതി. അതുപോലെ എല്ലാ പീസും നമുക്ക് വരയാം. ഇപ്പം ഇതെല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇടാം. നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയാലോ, നമ്മളൊക്കെ കുറച്ച് വേഗാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ശരിക്കും ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വേവിക്കൂല, പക്ഷേ വേവിക്കുകയാണെങ്കിൽ നല്ലതാണ്. അധികം വേണ്ട, ഒരു 2 സ്റ്റീം ഇട്ടു മതി. ഞാനിപ്പോൾ കുക്കറിലേക്ക് പീസെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം, സ്വല്പം മഞ്ഞൾപ്പൊടി, അതിനുശേഷം സ്വല്പം വെള്ളം അടിക്കി ഒഴിക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട, ചെറുതായിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്കിത് 2 സ്റ്റീം ഇട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സ്റ്റീമെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നമുക്ക് പോർക്ക് വെന്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാറ്റണം, കാരണം നമുക്ക് കൈ കൊണ്ട് മസാലയൊക്കെ തേക്കാനുള്ളതാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം. ഇപ്പോൾ ചൂടെല്ലാം ആറിയിട്ടുണ്ട്. ഇനി സ്വല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് എല്ലാം കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടി വിനീഗർ നല്ലതാണ്. വിനീഗർ നന്നായിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, വിനീഗർ എല്ലായിടത്തേക്കും ആവാൻ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ വിനീഗർ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, ജസ്റ്റ് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. സ്വല്പം ഉപ്പ്, നമ്മൾ ഓൾറെഡി വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായി, അതുകൊണ്ട് നോക്കി വേണം ഇടാൻ. ഇത് ഞാൻ കാഷ്യൂനട്ട് പൊടിച്ചെടുത്തതാണ്. ഇതൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. എരിവിനായിട്ട് നമ്മൾ കുരുമുളക് മാത്രമാണ് യൂസ് ചെയ്യണത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും നന്നായി തേച്ച് കൊടുക്കാം. ഇതൊരു വേറൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ വേറെ മുളക് പൊടിയോ വേറെ സോസ് ഒന്നും യൂസ് ചെയ്യണില്ല. പെപ്പറും കാഷ്യൂനട്ടാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ. മസാല എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് കടുകെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മസ്റ്റേർഡ് ഓയിൽ. അത് നമുക്ക് സ്വല്പം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പോർക്ക് ആയതുകൊണ്ട് മസ്റ്റേർഡ് ഓയിലായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ മാക്സിമം മസ്റ്റേർഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അറിയാം. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 hours മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മള് പോർക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 4 മണിക്കൂർ ആവാറായി. ആ സമയം കൊണ്ട് എൻ്റെ അമ്മ ഇവിടെ ചാർക്കോൾ കത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇനി ഓരോ പീസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഫുൾ പീസ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. മസ്റ്റേർഡ് ഓയിൽ അതിൻ്റെ മേലെ ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് പതുക്കെ തേച്ച് കൊടുക്കാം. മസ്റ്റേർഡ് ഓയിൽ മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഗ്രില്ലായിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സൈഡും നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ കുറയുമ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം റെഡിയായി വരാറായിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഗ്രില്ലാണ് ചെയ്യുന്നത്, പോർക്ക് ഗ്രില്ല്. ഇപ്പോൾ പോർക്ക് ഗ്രിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ പോർക്ക് ഗ്രിൽ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.